പണ്ട് കാലങ്ങളിൽ അധ്യാപകന്മാർ ശ്രുതി നോക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് ശ്രുതി കുട്ടികളിലോട്ട് എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തമ്പുരുവും ഹാർമോണിയവുമായിരുന്നു. പിന്നെ അത് പ്ലേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എപ്പോഴും നമ്മളിങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ ഒരു ബുദ്ധിമുട്ട് കാരണം പിൻകാലങ്ങളിലാണ് ശ്രുതി ബോക്സ് എന്നുള്ളൊരു ഡിവൈസ് നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയത്. അതിലെന്താ ചെയ്യുന്നത്, തമ്പുരുവിലും ഹാർമോണിയത്തിലും പ്ലേ ചെയ്യുന്ന ആ ഒരു സൗണ്ടിനെ റെക്കോർഡ് ചെയ്ത്, ആ ഒരു വൈബ്രേഷനെ റെക്കോർഡ് ചെയ്ത് ബോക്സിലോട്ട് കൺവേർട്ട് ആക്കി നമ്മളത് ത്രൂ കറണ്ട് അല്ലെങ്കിൽ ബാറ്ററി നമ്മളത് പ്ലേ ചെയ്യുന്നു. ക്ലാസ് എടുക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഡിവൈസിന്റെ പേരാണ് ശ്രുതി ബോക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഹാർമോണിയം തമ്പുരുവിന്റെയും 2 ശ്രുതി ബോക്സുകൾ അവൈലബിൾ ആണ്. ഹാർമോണിയത്തിന്റെ സൗണ്ട് ഉള്ളതും തമ്പുരുവിന്റെ സൗണ്ട് ഉള്ളതും. അങ്ങനെ 2 ശ്രുതി ബോക്സുകൾ അവൈലബിൾ ആണ്. റാഡൽ എന്നുള്ള കമ്പനിയുടെ ശ്രുതി ബോക്സുകളാണ് യൂഷ്വലി മിക്ക സ്റ്റുഡൻസും യൂസ് ചെയ്യുന്നത്. ഞാനും അതാണ് യൂസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ശ്രുതി ബോക്സ് ആണ്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ABCDF എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പല പിച്ചസ് അവൈലബിൾ ആണ്. അതായത് ചിലത് ലോ പിച്ച് ആയിരിക്കും, ചിലത് മിഡിൽ ആയിരിക്കും, ചിലത് ഹൈ ആയിരിക്കും. അങ്ങനെ പല വേരിയേഷനിലുള്ള പിച്ചസ് ആയിരിക്കും അവൈലബിൾ ആവുക.